ഈ ഭൂമിയിലേക്ക് ജാതരായെങ്കിൽ അതൊക്കെ നമ്മുടെ കുടുംബങ്ങൾ വഴിയാണ്. മാതാവിൽ നിന്ന് പിതാവിൽ നിന്ന് ജാതരായവരാണ് നമ്മൾ. കുടുംബമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം. കുടുംബജീവിതത്തെക്കുറിച്ച് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുക 3-ാം നൂറ്റാണ്ടിലെ ഒരു വിശുദ്ധയുടെ ജീവിതത്തിലേക്ക്. ഇന്നത്തെ തുർക്കിയിൽ ജീവിച്ചിരുന്ന വിശുദ്ധ എമീലിയ, ഒരു ഉത്തമ ക്രൈസ്തവയായിട്ട് ക്രിസ്ത്യാനിയായിട്ട് വളർന്നു വന്ന ഒരു ബാലിക. അവളുടെ ജീവിതത്തിൽ അവൾക്കുണ്ടായിരുന്ന പ്രാർത്ഥന എന്നെ ഒരു വിശുദ്ധയാക്കണമേ എന്നുള്ളതായിരുന്നു. വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവളുടെ പ്രായമൊക്കെ വിവാഹത്തോടടുത്തു. അപ്പോഴവൾ പ്രാർത്ഥിച്ചു തുടങ്ങി, എനിക്ക് വിശുദ്ധനായ ഒരു ഭർത്താവിന് വേണം. പിന്നെയും അവളുടെ പ്രാർത്ഥന തുടർന്നു കൊണ്ടുപോയി. അവൾ പ്രാർത്ഥിച്ചു, എനിക്ക് വിശുദ്ധരായ അമ്മായിയപ്പനെയും അമ്മായിയമ്മയെയും വേണം. അവിടെയും അവളുടെ പ്രാർത്ഥന അവസാനിച്ചില്ല. അവൾ വീണ്ടും പ്രാർത്ഥിച്ചു, എനിക്ക് വിശുദ്ധമായ ഒരു കുടുംബം വേണം, വിശുദ്ധരായ മക്കൾ വേണം. അവളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുക തന്നെ ചെയ്തു. അവൾക്ക് 4 മക്കളെ ദൈവം പ്രദാനം ചെയ്തു. നിങ്ങൾ വിശുദ്ധ ബേസിലിനെ കുറിച്ച് കേട്ട് കാണും. വിശുദ്ധ എമീലിയയുടെ മൂത്ത മകനാണ് ബേസിൽ. രണ്ടാമത്തെ മകൻ വിശുദ്ധ ഗ്രിഗരി. പിന്നെയുള്ളതൊരു മകളാണ് മക്രീന. പിന്നെ ഒരു മകൻ തിയോബ്യൂസ്. ഇവരെല്ലാവരും സഭയിലെ വിശുദ്ധന്മാരാണ്. എമീലിയയുടെ ഭർത്താവാണ് വിശുദ്ധ സെയിൻറ്റ് ബേസിൽ ദ എൽഡർ. അതുപോലെ തന്നെ എമീലിയയുടെ അമ്മായിയമ്മയുടെ പേരാണ് സെയിൻറ്റ് മക്രീന ദി എൽഡർ. ഒരു കുടുംബത്തെ സ്വപ്നം കാണുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിച്ച എത്ര പേരുണ്ടാവും നമ്മുടെ ഇടയിൽ? നമ്മൾ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, എനിക്ക് വിശുദ്ധനായ ഒരു ഭർത്താവിനെ വേണമെന്ന്? പ്രാർത്ഥിച്ചിട്ടുണ്ടോ നിങ്ങളങ്ങനെ? ഉണ്ടോ? ഒന്ന് കൈപൊക്കി അങ്ങനെ പ്രാർത്ഥിച്ചവർ? മറ്റു പലതും നമ്മൾ പ്രാർത്ഥിച്ചു കാണും. അത്യാവശ്യം സാമ്പത്തിക നിലയുള്ള ഒരു ഭർത്താവിനെ ആഗ്രഹിച്ചു കാണും. മദ്യപാനമില്ലാത്ത ഒരു ഭർത്താവിനെ ആഗ്രഹിച്ചു കാണും. പുകവലിയില്ലാത്തൊരു ഭർത്താവിനെ ആഗ്രഹിച്ചു കാണും. അതുപോലെ ആരെങ്കിലും പ്രാർത്ഥിച്ചു കാണുമ്പോൾ എനിക്ക് വിശുദ്ധരായ അമ്മായിയപ്പനെയും അമ്മായിയമ്മയും വേണമെന്ന്. ഉണ്ടോ അങ്ങനെയുള്ളവർ? കാണുമോ? ഒരു കുടുംബത്തെ സ്വപ്നം കാണുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വപ്നം കാണാൻ സാധിക്കും. ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. കർത്താവ് അവരെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുക.
അവിടെയാണ് ഒരു കുടുംബം അതിൻ്റെ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുക. അവിടെയാണ് ആ കുടുംബത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹം സമൃദ്ധമാക്കപ്പെടുക. നമ്മുടെ ഹിതമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഹിതം എന്നിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവം അവൻ്റെ കൂടെ വസിക്കുന്ന അനുഭവത്തിലേക്ക് അവൻ മാറ്റപ്പെടുന്നു. ആധുനിക ലോകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം എത്രമാത്രമാണ് ഈ ലോകം ഇന്ന് കലുഷിതമായിരിക്കുക. നമ്മൾ കാണുന്നതൊക്കെയും വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. പത്രമാധ്യമങ്ങൾ എടുക്കുമ്പോഴൊക്കെയും കാണുന്നത് വായിക്കുവാനോ കേൾക്കുവാനോ കൊള്ളാവുന്ന കാര്യങ്ങളല്ല. നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോഴും സമൂഹത്തിലും ഒത്തിരിയേറെ പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എവിടെയാണ് ഇതിനൊക്കെ പാളിച്ചകൾ സംഭവിക്കുക? ദൈവത്തിൻ്റെ ഹിതം ഈ ഭൂമിയിൽ വരണമെന്ന് മനുഷ്യൻ എന്നവൻ്റെ ആഗ്രഹം നിർത്തുന്നുവോ അവിടെ മുതൽ അവനിലേക്ക് വരുന്നതൊക്കെയും തിന്മയുടെ സ്വാധീനമാണ്. ഈ തിന്മയിലാകപ്പെടുന്ന മനുഷ്യന് പിന്നെ ദൈവത്തിലേക്ക് തിരികെ വരുവാനായിട്ട് അവൻ പിന്നെ പെടുന്നത് പരാക്രമമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ടുള്ള വലിയൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവാഹദിനത്തിലെടുത്ത പ്രതിജ്ഞയൊക്കെയുണ്ട്. ഭാര്യയും ഭർത്താവും ദൈവത്തിൻ്റെയും ദൈവജനത്തിൻ്റെയും മുന്നിൽ വെച്ചെടുത്ത വലിയ വാഗ്ദാനങ്ങൾ. ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാമെന്നെങ്ങനെ ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും വിശ്വസ്തതയിൽ പരസ്പരം ആദരിച്ച് ബഹുമാനിച്ചൊക്കെ ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് ആ വാഗ്ദാനമൊക്കെ നമുക്കെവിടെയാണ് കൈമോശം വന്നു പോവുക? ദൈവത്തിൻ്റെ മുന്നിൽ വെച്ചെടുത്ത വാഗ്ദാനം അത് അവൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും അവനും അവളും ഓർക്കേണ്ട വലിയ ഒരു പ്രതിജ്ഞയുടെ ഭാഗമാണ്. പ്രതിജ്ഞകൾ നമ്മൾ മറക്കുന്നിടത്താണ് തെറ്റുകൾക്ക് ആരംഭം കുറിക്കുക. ഉത്തരവാദിത്തം മറക്കുന്നിടത്താണ് നമ്മൾ തിന്മയുടെ വശത്തേക്ക് നമ്മൾ ചാഞ്ഞു പോവുക. നമ്മുടെ ദാമ്പത്യ ജീവിതം അത് ദൈവം ഒന്നാക്കി തീർത്തതാണ് എന്നുള്ളതിൻ്റെ ബോധ്യം അത് നമ്മുടെ ജീവിതത്തിൽ വളർത്തേണ്ടത് അനിവാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു വൈദിക സുഹൃത്ത് പങ്കുവച്ചൊരു കാര്യം ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന ഒരമ്മച്ചി അദ്ദേഹത്തോട് പറയുകയാണ്, അച്ഛാ, എനിക്കെൻ്റെ ഭർത്താവിനെ വെറുപ്പാണ്. ഭർത്താവിനെ എന്നല്ല പറഞ്ഞത്, അവനെ എനിക്ക് വെറുപ്പാണെന്നാണ് പറഞ്ഞത്. 40 വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചിട്ട് അവനെ എനിക്ക് വെറുപ്പാണ് എന്ന് പറയണമെങ്കിൽ എന്താണ് അവർ തമ്മിലുണ്ടായിരുന്ന ആ ജീവിതത്തിൻ്റെ ഐക്യം? പലപ്പോഴും നമ്മൾ ഈ പ്രതിജ്ഞ എടുത്തിട്ട് നമ്മളിലേക്ക് തന്നെ ചുരുങ്ങുകയാണ്, നമ്മുടെ സ്വാർത്ഥതയിലേക്ക്, നമ്മുടെ തന്നെ തിന്മയുടേതായ ലോകത്തിലേക്ക്. അങ്ങനെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് തന്നെ പൂർണ്ണമായിട്ടും തിന്മ വിതയ്ക്കുന്നവരായിട്ടൊക്കെ നമ്മൾ മാറ്റപ്പെടുകയാണ്. ഇതിൽ നിന്നുള്ള ഒരു തിരിച്ചുവരവാണ് നമ്മുടെ കുടുംബജീവിതത്തെ ഭദ്രമാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്.